സ്മൃതി അത്തരത്തിലുള്ള പ്രതികരണം തന്നെയാണ് വന്നിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ഈ സംഭവം ഉണ്ടായതിന് തൊട്ട് പിന്നാലെ തന്നെ നമുക്ക് ദിയ ബിനു പുളിക്കക്കണ്ടത്തിന്റെ അല്ലെങ്കിൽ പുളിക്കക്കണ്ടം ദിയ ബിനു പുളിക്കണ്ടത്തിന്റെ ഒരു പ്രതികരണം അല്ലെങ്കിൽ ഒരു വാർത്താക്കുറിപ്പ് കൃത്യമായി മാധ്യമങ്ങൾ, അതായത് ഈ കാര്യങ്ങൾ അവർ നേരത്തെ മനസ്സിലാക്കിയിരുന്നു. ഒരു നീണ്ട വലിയ കുറിപ്പ് തന്നെയാണ്. തനിക്ക് വോട്ട് രേഖപ്പെടുത്തിയ ആളുകൾക്ക് സ്നേഹവത്തിനും നന്ദി പറഞ്ഞുകൊണ്ടാണ് ദിയ അത്തരത്തിലൊരു പുറത്തിറക്കിയിരിക്കുന്നത്. അതിൽ കൃത്യമായി തന്നെ ഈ വിഷയങ്ങൾ, അതായത് അവർ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് ദിയ ബിനു പുളിക്കക്കണ്ടം അത്തരം റിലീസ് ഇറക്കുന്നത്. ഇവർ കൃത്യമായി നേരത്തെ ഇത് മനസ്സിലാക്കിയിരുന്നു. തങ്ങൾക്കെതിരെ അവിശ്വാസം പാസ്സാവുമെന്ന് അവർക്ക് നേരത്തെ തന്നെ അറിയുന്നു. അതുകൊണ്ട് തന്നെ മുൻകൂട്ടി തന്നെ കൃത്യമായി തയ്യാറാക്കി വെച്ച ഒരു കുറിപ്പ് തന്നെയാണ്. അതിൽ ഓരോ കാര്യങ്ങളും എണ്ണിയിട്ട് പറയുന്നത്. ഞാൻ അഴിമതി വാങ്ങിയിട്ടില്ല, നിയമങ്ങൾ ലംഘിച്ചിട്ടില്ല, പൊതുരാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ വിയോജിച്ചിട്ടില്ല, കോൺഗ്രസിനെതിരായി പ്രവർത്തിച്ചിട്ടില്ല, അല്ലെങ്കിൽ UDF-നെ ഭിന്നമായി പ്രവർത്തിച്ചിട്ടില്ല തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞുകൊണ്ട് തന്നെയാണ് പോയിരിക്കുന്നത്. എന്തായാലും നമുക്കൊരു പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം കൂടി തേടേണ്ടതുണ്ട് തന്നെയാണ്. കാരണം ഇപ്പോൾ അടുത്ത ഭാവി എന്താണ് എന്നുള്ള പ്രധാന ചോദ്യം. കാരണം ചെയർപേഴ്സൺ മരിക്കണം. അപ്പോൾ അടുത്ത ചെയർപേഴ്സണിൽ LDF-ന്റെ ഒരാൾ, കേരളം ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന് പറഞ്ഞാൽ LDF ആണ്. LDF-ന് ഒരു ചെയർപേഴ്സൺ സ്ഥാനാർത്ഥി ഉണ്ടാകും. അല്ല, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ നേരത്തെ തന്നെ ഞങ്ങൾക്ക് 12 പേരുള്ള LDF-ന്റെ ഒറ്റകക്ഷിയായിരുന്നു. ഞങ്ങൾക്ക് അന്ന് തന്നെ ഈ കുടുംബ കൂട്ടായ്മ മുന്നണിയുടെ ദൂതന്മാർ ഞങ്ങളെ സമീപിച്ചതാണ്. അന്ന് ഞങ്ങളെടുത്ത തീരുമാനം ഒരു കാരണവശാലും ഈ പ്രാവശ്യം ഭരണത്തിലില്ല. കാരണം കുടുംബ കൂട്ടായ്മയുമായിട്ട് മുന്നോട്ട് പോയി ഭരണ ശാശ്വതമല്ലെന്ന് ഞങ്ങൾക്കറിയായിരുന്നു. അതുകൊണ്ടാണ് എടുക്കാത്തത്. ആ സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ഓട്ടോമാറ്റിക് പറഞ്ഞ് ഞങ്ങളുടെ വന്നു. പക്ഷേ എങ്കിലും കുഴപ്പമില്ലാത്ത കുടുംബ കൂട്ടായ്മയുടെ പരോക്ഷമായൊരു പിന്തുണ പോലും ഞങ്ങൾക്ക് വേണ്ട എന്ന നിലപാടാണ് ഇപ്പോഴും നിൽക്കുന്നത്. അതുകൊണ്ട് ആണ് ആ നിലപാട്. വേണം സ്ഥാനാർത്ഥി ഉണ്ടാവും LDF. അല്ല, ഞാൻ പറഞ്ഞ LDF സ്വാഭാവികമായിട്ട് LDF സ്ഥാനാർത്ഥി ഉണ്ടാവില്ല. സ്വാഭാവികമായിട്ടും പിന്തുണ എന്നൊരു ചോദ്യം. കാരണം 10 പേരാണ് UDF-ന്റെ ഭാഗത്തുള്ളത്. ആ 10 പേരെ വെച്ച് എന്തായാലും ഭരണത്തിലേക്ക് എത്താനും കഴിയില്ല. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും ഒരു നീക്കുപോക്കുകളോ അല്ലെങ്കിൽ ഒരു സ്വതന്ത്രമായിട്ടുള്ള സ്ഥാനാർത്ഥിയാണ് മായ രാഹുൽ എന്ന് പറഞ്ഞാൽ അത്തരത്തിൽ സ്വന്തം സ്ഥാനാർത്ഥി എന്നാൽ അതിനെ പിന്തുണക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പോകും. അതല്ല, അതിനെ സംബന്ധിച്ച് നമുക്ക് പറയുന്നത് സ്വാഭാവികമായിട്ടും ഒരാൾ ഈ പാലായുടെ ഒരു സുസ്ഥിര ഭരണത്തിന് വേണ്ടി ഒരാൾ ഭരണത്തിൽ വേണമല്ലോ. അപ്പൊ അവരെ സംബന്ധിച്ച് നീതിക്ക് വേണ്ടി നിൽക്കുന്ന ആരാണോ അവരെ സപ്പോർട്ട്. ഞങ്ങൾ ആരെ എക്സോർവ് ഞങ്ങൾ ഇപ്പൊ പറയാൻ ആളല്ല. ഭരണം നഷ്ടമാകുകയാണ്. ഇപ്പോഴത്തെ നിലവിലെ ഭരണം താഴെ വീഴുമ്പോൾ പുതിയ ഭരണസമിതി വരുമ്പോൾ UDF തന്നെയാണ് ഭരിക്കുക എന്നൊക്കെയാണ് UDF അംഗങ്ങൾ പറയുന്നത്. ഏതായാലും സ്വതന്ത്രയെ പിന്തുണച്ചുകൊണ്ട് പുതിയ ഭരണസമിതിക്ക് രൂപം നൽകാനുള്ള നീക്കമാണ് UDF നടത്തുന്നത്. കെ അഖിലാണ് വിശദമായ